ശമൂവേൽ രണ്ടാം പുസ്തകം അധ്യായം 20. ബെന്യാമീന്യനായ ബിക്രിയുടെ മകനായ ശോമു എന്നു പേരുള്ള ഒരു നീചൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കാഹളം ഊതി, ദാവീദിൽ നമുക്ക് ഓഹരിയില്ല, യിശ്ശായിയുടെ മകനോട് അവകാശവും ഇല്ല, ഇസ്രായേലേ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ദാവീദിനെ വിട്ട് പിന്മാറി ബിക്രിയുടെ മകനായ ശോമുവിൻ്റെ പക്ഷം ചേർന്നു. യഹൂദ പുരുഷന്മാരോ യോർദാൻ തുടങ്ങി യെരൂശലേം വരെ ഞങ്ങളുടെ രാജാവിനോട് ചേർന്ന് നടന്നു. ദാവീദ് യെരൂശലേമിൽ അരമനയിലെത്തി. അരമന സൂക്ഷിപ്പാൻ പാർപ്പിച്ചിരുന്ന 10 വെപ്പാട്ടികളെയും രാജാവ് അന്തപുരത്തിലാക്കി രക്ഷിച്ചു. എങ്കിലും അവരുടെ അടുക്കൽ പോയില്ല. അങ്ങനെ അവർ ജീവപര്യന്തം കാവലിരുന്നു വൈധവ്യം അനുഭവിച്ചു. അനന്തരം രാജാവ് അമാസായോട്, നീ 3 ദിവസത്തിനകം യഹൂദ പുരുഷന്മാരെ വിളിച്ചുകൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അമാസ യഹൂദ പുരുഷന്മാരെ വിളിച്ചു കൂട്ടുവാൻ പോയി. എന്നാൽ കൽപ്പിച്ച അവധിയിലധികം അവൻ താമസിച്ചു പോയി. അപ്പോൾ ദാവീദ് അബീശായിയോട്, അബ്ശാലോം ചെയ്തതിനേക്കാളും ബിക്രിയുടെ മകനായ ശോമു ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്തു. അവൻ ഉറപ്പുള്ള നല്ല പട്ടണത്തിലും കടന്നു. നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ യജമാനന്റെ സേവകരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ യോവാബിൻ്റെ ആളുകളും പ്രഭുക്കളും ദാസരുമായ സകല വീരന്മാരും ബിക്രിയുടെ മകനായ ശോമുവിനെ പിന്തുടരുവാൻ യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബെയോനിലെ വലിയ പാറയുടെ അടുക്കലെത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു. എന്നാൽ യോവാബ് ധരിച്ചിരുന്ന പടയങ്കിമേലൊരു കച്ചിയിൽ ഉറയോടുകൂടെ ഒരു വാൾ അരയ്ക്ക് കെട്ടിയിരുന്നു. അവൻ നടക്കുമ്പോൾ അവൻ്റെ കൈ അതിന്മേൽ വച്ചു. യോവാബ് അമാസയോടു, സഹോദര, സുഖം തന്നെയോ എന്ന് പറഞ്ഞു. അമാസയെ ചുംബനം ചെയ്യുവാൻ കൈകൊണ്ട് അവൻ്റെ താടിക്ക് പിടിച്ചു. എന്നാൽ യോവാബിൻ്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ അറിഞ്ഞില്ല. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തി. 2ാമത് കുത്തേണ്ടി വന്നില്ല, അവൻ മരിച്ചുപോയി. യോവാബും അവൻ്റെ സഹോദരനായ അബ്ശായിയും ബിക്രിയുടെ മകനായ ശോമുവിനെ പിന്തുടർന്ന് യോവാബിൻ്റെ ബാല്യക്കാരിൽ ഒരുവൻ അതിനരികെ നിന്നുകൊണ്ട് യോവാബിനോട് സ്നേഹമുള്ളവനും ദാവീദിൻ്റെ പക്ഷക്കാരനും യോവാബിൻ്റെ പിന്നാലെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അമാസ വഴിയുടെ നടുവിൽ രക്തത്തിൽ മുഴുകിക്കിടക്കുന്നത് കൊണ്ട് ജനമെല്ലാം നിൽക്കുന്നു എന്ന് കണ്ടിട്ട് അവൻ അമാസായെ വഴിയിൽ നിന്ന് വയലിലേക്ക് മാറ്റി. അവിടെ എത്തുന്നവനെല്ലാം നിൽക്കുന്നു എന്ന് കാണുക കൊണ്ട് അവൻ ഒരു വസ്ത്രം അവൻ്റെ മേലിട്ടു. അവനെ പെരുവഴിയിൽ നിന്ന് മാറ്റിയ ശേഷം എല്ലാവരും ബിക്രിയുടെ മകനായ ശോമുവിനെ പിന്തുടരുവാൻ യോവാബിൻ്റെ പിന്നാലെ പോയി.
എന്നാൽ ശോമു എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും കൂടി കടന്ന് അബേലിലും ബേത്ശാഗയിലും എല്ലാ ബേര്യരുടെ അടുക്കലും ചെന്നു. അവരും ഒന്നിച്ചുകൂടി അവനെ അനുഗമിച്ചു. മറ്റവർ വന്ന് ബേത്മാഖയോടടുത്ത് ആബേലിൽ അവനെ നിരോധിച്ചു. പട്ടണത്തിനു നേരെ വാടകോരി. അത് കിടങ്ങിൻ്റെ വക്കത്തായിരുന്നു. യോവാബിനോടുകൂടെയുള്ള എല്ലാ സൈന്യവും അതിൽ തള്ളിയിടുവാൻ തക്കവണ്ണം ഇടിച്ചു തുടങ്ങി. അപ്പോൾ ജ്ഞാനമുള്ള ഒരു സ്ത്രീ, കേൾപ്പിൻ കേൾപ്പിൻ, ഞാൻ ഈ യോവാബിനോട് സംസാരിക്കേണ്ടതിന് ഇവിടെ അടുത്ത് വരുവാൻ അവനോട് പറയുവിൻ എന്ന് പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അടുത്തു ചെന്നപ്പോൾ, നീ യോവാബോ എന്ന് ആ സ്ത്രീ ചോദിച്ചു. അതേ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, അടിയന്റെ വാക്ക് കേൾക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാം എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൾ, പ്രവാചകരുടെ അടുക്കൽ ചെന്ന് ചോദിക്കണം എന്ന് പണ്ട് കാലങ്ങളിൽ പറയുകയും അങ്ങനെ കാര്യം തീർക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഞാൻ ഇസ്രായേലിൽ സമാധാനവും വിശ്വസ്തതയും ഉള്ളവരിൽ ഒരുവൾ ആകുന്നു. നീ ഇസ്രായേലിൽ ഒരു പട്ടണത്തെയും ഒരു മാതാവിനെയും നശിപ്പിപ്പാൻ നോക്കുന്നു. നീ കർത്താവിൻ്റെ അവകാശം നശിപ്പിച്ചു കളയുന്നത് എന്തെന്ന് പറഞ്ഞു. അതിന് യോവാബ്, മുടിച്ചു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യുവാൻ എനിക്കൊരിക്കലും സംഗതിയാകരുതേ. കാര്യം അങ്ങനെയല്ല. ബിക്രിയുടെ മകനായ ശോമു എന്നൊരു എഫ്രയീം മലനാട്ടുകാരൻ ദാവീദ് രാജാവിനോട് മത്സരിക്കുന്നു. അവനെ ഏൽപ്പിച്ചു തന്നാൽ മാത്രം മതി, ഞാൻ പട്ടണത്തെ വിട്ടുപോകുമെന്ന് പറഞ്ഞു. സ്ത്രീ യോവാബിനോട്, അവൻ്റെ തല മതിലിൻ്റെ മുകളിൽ നിന്ന് നിന്റെ അടുക്കൽ ഇട്ടുതരാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ തൻ്റെ ജ്ഞാനത്താൽ സകല ജനത്തെയും സമ്മതിപ്പിച്ചു. അവർ ബിക്രിയുടെ മകനായ ശോമുവിൻ്റെ തല വെട്ടി യോവാബിൻ്റെ അടുക്കലിട്ട് കൊടുത്തു. അപ്പോൾ അവൻ കാഹളമൂതി എല്ലാവരും പട്ടണം വിട്ടു വീടുകളിലേക്ക് പോയി. യോവാബ് യെരൂശലേമിൽ രാജാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയി. യോവാബ് ഇസ്രായേൽ സൈന്യത്തിനെല്ലാം അധിപനായിരുന്നു. യെഹോയാദയുടെ മകനായ ബെനായ സ്വതന്ത്രരുടെയും ദാസരുടെയും നായകനായിരുന്നു. ആദോരാം വേലക്കാർക്ക് മേൽവിചാരകൻ അഹീലൂദിൻ്റെ മകനായ യഹോശാഫാത്ത് മന്ത്രി, ശെവ എഴുത്തുകാരൻ, സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ, യായീര്യനായ ആസാമും ദാവീദിന്റെ പുരോഹിതനായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.